ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന ചെയർമാനും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ കെ. സുരേന്ദ്രൻ നയിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ജാഥയുടെ അനുമതി ചേരുന്ന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്തെ കരമന ജയൻ, വേദിയിലെത്തിയിട്ടുള്ള പേര് പറയാൻ പോയാൽ അത്രയും താമസമാണ്. വേദിയിലുള്ള പ്രിയങ്കരായ ജനനേതാക്കന്മാരെ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സ്നേഹിതരെ, വളരെ നല്ലതാണ്. കുഴപ്പമില്ല. ഞാൻ ആദ്യമേ നിങ്ങളൊരു കാര്യം പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരു ബി.ജെ.പിക്കാരനായി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചതിന് ദൈവം തമ്പുരാനോട് ആദ്യമേ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി ഞാൻ പങ്കെടുക്കുന്ന ബി.ജെ.പിക്കാരനായ പി.സി. ജോർജ് പങ്കെടുക്കുന്ന ആദ്യത്തെ ബി.ജെ.പി സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നതെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. സുരേന്ദ്രൻ എന്തിനു വേണ്ടിയാണ് 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും പര്യടനം നടത്തുന്നത്, സത്യാഗ്രഹം ആയി നടക്കുന്നത്, അല്ലെങ്കിൽ പര്യടനം നടത്തുന്നത് എന്തിനാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാമെങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കുക. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൻ്റെ ഖജനാവ് കട്ടുമുട്ടിച്ച് എന്ന് മാത്രമല്ല, ഖജനാവിൽ ഒന്നുമില്ലാതാക്കി വീണ്ടും അഹങ്കാരമായി മുമ്പോട്ട് പോകുന്ന കേരളത്തിൻ്റെ മുഖ്യനെതിരെ കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും ബഹുമാന്യനായ സുരേന്ദ്രൻ യാത്ര നടത്തുന്നത്. ഞാനിങ്ങനെ ആലോചിച്ച് ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്കും വണ്ടിയിലിരുന്ന് ചിന്തിച്ചതാ, എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും. ഇന്നത്തെ ബഡ്ജറ്റ് നിങ്ങൾ കണ്ടു കാണും. സാധാരണ ഒരു ബഡ്ജറ്റ് അവതരിക്കും. ഇത്തവണ നമ്മുടെ മന്ത്രി എ ബഡ്ജറ്റും ബി ബഡ്ജറ്റും കൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. കാരണം കേന്ദ്രം കാശ് തന്നാൽ എ ബഡ്ജറ്റ്, കാശ് തന്നില്ലെങ്കിൽ ബി ബഡ്ജറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തൊരു നാണം കെട്ടവനാണ് ആ മന്ത്രി. എനിക്ക് ആ മന്ത്രിയോട് എനിക്ക് അരിശം തോന്നുന്നൊരു കാര്യം പറയാം. കഴിഞ്ഞ എത്രയോ വർഷമായി കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ കെ എം മാണിയുടെ കാലത്ത് റബ്ബർ കർഷകർക്ക് 170 രൂപ 1 കിലോ റബ്ബറിന് തറവില പ്രഖ്യാപിച്ചു, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഈ ബഡ്ജറ്റിൽ ഈ തൊപ്പിയ മന്ത്രി 10 രൂപ കൂട്ടിയെന്നവരെ അപ്പന് കൊണ്ട് കൊടുക്കട്ടെ. നാണം കെട്ടവൻ. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 250 രൂപ വില തന്നോളാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ജനങ്ങൾ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന് 2.5 വർഷം കഴിഞ്ഞപ്പോൾ 10 രൂപ കൊടുത്തേക്കാവുന്ന, അതാ വീട്ടിൽ കൊണ്ട് കൊടുത്തേക്കാൻ ഞാൻ പറഞ്ഞത്. ഇതൊരു മോശമായി. ഇതൊക്കെ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഞാൻ വളരെ വിനയത്തോടു കൂടി ഇവിടുത്തെ ഭരിക്കുന്ന മാന്യന്മാരോട് ചോദിക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശുത്തൊഴുത്തുണ്ടാക്കാൻ 45 ലക്ഷം രൂപ, ആ പശുത്തൊഴുത്തിന് ചാണകം ഇടാൻ പ്രത്യേക ഒരു സ്ഥലം വേണമെന്ന് പറയുമ്പോൾ അതിന് 5 ലക്ഷം രൂപ. അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ വീടിന് താഴത്തെ നിലയിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ലിഫ്റ്റ് വെക്കാൻ 25 ലക്ഷം രൂപ. അങ്ങനെ എത്ര രൂപ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തത് പോരാഞ്ഞിട്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു നാണവുമില്ലാതെ ഒരു എയർ കണ്ടീഷൻ ബസ്സിനകത്ത് കുത്തിയിരുന്ന് 360 ഡിഗ്രി കറങ്ങുന്ന കസേരയിലിരുന്ന് കറങ്ങിക്കൊണ്ട് തൻ്റെ മന്ത്രിമാരെ ബസ്സിനിരുത്തി കൊണ്ടുവന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു ബസ് യാത്രയാണെന്ന് പറഞ്ഞു. നിവേദനം സ്വീകരിക്കാനാണ്. ഞാൻ വിനയത്തോട് ചോദിക്കുക, ഈ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ബസ്സിനകത്ത് ഇരിപ്പുണ്ടല്ലോ, ആയിരക്കണക്കിന് ആളുകൾ
മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിവേദനമായി ചെന്നല്ലോ പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ, സ്ത്രീകൾ, പ്രായമായവരൊക്കെ ചെന്നല്ലോ. ഈ മന്ത്രി പൊങ്കവന്മാർക്ക് പുറത്തിറങ്ങി ആ നിവേദനം ഒന്ന് മേടിക്കാനുള്ള മര്യാദ കാണിക്കാൻ പാടില്ലായിരുന്നു? അത് കാണിച്ചില്ലല്ലോ. ആ ഒരു മര്യാദ കാണിക്കാൻ പാടില്ലേ? എൻ്റെയും നിങ്ങളുടെ നികുതിപ്പണം കൊണ്ടല്ലേ ഈ APMR ആ ബസ്സിൽ സഞ്ചരിച്ചത്? പറയണം. അതുകൊണ്ട് മാത്രമോ ഈ ബസ് സഞ്ചരിക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും മനപ്രയാസം തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റേറ്റ് കാറും എസ്കോട്ട് വെച്ച് 2-3 കാർ വെച്ച് ഒരു മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വെച്ച് വഴിനീളം ഈ ബസ്സിൻ്റെ പുറകെ പോരുക. ഏകദേശം 90ഓളം വണ്ടികൾ ഈ യാത്രയിൽ ഉടനീളം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് വണ്ടി മാത്രം നടന്നു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഒന്ന് ആലോചിക്കുക, ഇത് എന്തൊരു കടുങ്കയ്യ. എന്നാൽ ഇവന്മാർക്ക് ഈ മന്ത്രിമാർക്ക് ഈ ബസ് വേണ്ടല്ലോ, ഈ സ്റ്റേറ്റ് കാറിലേക്ക് പോകുന്ന പോരായിരുന്നോ? 1,00,000-ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പല പ്രാവശ്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അതിൽ ഒരു 10,000 പരാതിക്ക് പരിഹാരമുണ്ടാക്കാൻ നാളിതുവരെയായി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ യാത്ര നടത്തിയത്? ഇന്ന് വീണ്ടും ഒന്നുകൂടെ യാത്ര ചെയ്യാൻ പോവുകയാണെന്നാണ് ഒരു 10 കോടി രൂപ എവിടുന്നോ മൂട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു യാത്രയ്ക്കും കൂടെ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, മുഖ്യമന്ത്രി, ഞാൻ ആ കേസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല, കേരളം അപമാനിതരായി ആകുന്ന സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച നിയമസഭയിൽ അംഗീകരിച്ച് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. അത്ര തേക്കേണ്ടി വരും. വെള്ളിയാഴ്ച അടിയന്തര പ്രമേയം വന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രമേയം വന്നപ്പോൾ കണ്ടില്ല, പിണറായി വന്നില്ല, മുഖ്യമന്ത്രി മറുപടി പറയാൻ വന്നില്ല, വേറെ മന്ത്രിമാരെ കൊണ്ട് മറുപടി പറയിച്ചു. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച്, അല്ല വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് വലിയ സങ്കടം പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞത് അപ്പനും മകളും എല്ലാം ഇരുന്ന് കൂട്ടക്കരച്ചിലാണെന്നാണ് പറഞ്ഞത്. വളരെ വിനയത്തോടുകൂടി ഞാൻ പറയട്ടെ, നിങ്ങളോട് പറയട്ടെ, ഈ അടൂരിൽ നിന്ന് പറയട്ടെ, അധികം താമസിയാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന എന്ന് പറയേണ്ടി വരും പിണറായി വിജയനും കുടുംബാംഗങ്ങളും സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള അവസരം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആലപ്പുഴയിലും അതുപോലെ തന്നെ എറണാകുളത്തുമൊക്കെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. ചിദംബരം മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അതിനകത്ത് രാഷ്ട്രീയ സ്വാധീനമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അനുഭവിക്കേണ്ടി വരും. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും BJPയുടെ സ്ഥാനാർത്ഥികൾ, NDAയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതെന്ന് ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ മത്സരിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്, ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. നിർബന്ധമുണ്ട് എനിക്ക്. ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് 20 സീറ്റിലും. ആ ബോധ്യത്തോടുകൂടി ഇപ്പോൾ BJPയുടെയും NDAയുടെയും പ്രവർത്തകർ ഒരുമിച്ചിറങ്ങിയാൽ ഒരു സംശയം വേണ്ട, ചുരുങ്ങിയത് 5 നിയോജക മണ്ഡലത്തിൽ 5 MPമാർ മോദിജിക്ക് പിന്തുണ കൊടുക്കാൻ, കൈപൊക്കാൻ കേരളത്തിൽ നിന്നുണ്ടാവും. അതുണ്ടാക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഒരു സംശയം വേണ്ട. ഞാൻ പറയുന്നൊന്നും തെറ്റാറില്ല, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ പത്രക്കാർ 5 എന്ന് പറയും, ബാക്കിയുള്ള പോക്ക എന്നല്ല ഞാൻ പറയും. 5 ചുരുങ്ങിയതെന്നാണ് പറഞ്ഞു. അത് കൂടാ, കുഴപ്പമൊന്നുമില്ല. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ BJPയുടെ പ്രവർത്തകർക്ക് ഒരു ചിന്തയുണ്ട്. കോൺഗ്രസിനെ അങ്ങ് തീർത്താൽ CPM അല്ലേ ഞെരടിയ CPM ചത്തുപൊക്കോളൂല്ലോ അല്ല. നമ്മുടെ നമ്പർ 1 ശത്രു അഴിമതിക്കെതിരെയാണ് നമ്മുടെ ചിന്ത.
ആ ചിന്ത വരുമ്പോൾ നമ്മുടെ നമ്പർ 1 ശത്രു CPM-ഉം പിണറായി സഖ്യവുമാണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടായില്ല, പിണറായിയെ കൊണ്ട് മാത്രമായില്ല. പിണറായിയുടെ ഭരണം അവസാനിച്ച് അത് ജയിലിൽ പോയി കിടക്കട്ടെ. CPM അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലേലും തീർന്നു പോയി. ആസാമിലൂടെ പാവപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നടപ്പ് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. പാവം, വല്ല കാര്യമുണ്ടോ അതിലെ പോയിട്ട്? നെഹ്റു കുടുംബത്തോട് നമുക്കെല്ലാം സ്നേഹമുണ്ട്, ഒരു സംശയമില്ല. നെഹ്റു കുടുംബത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇന്ദിരാജി ഉൾപ്പെടെയുള്ള നേതാക്കളോടൊക്കെ സ്നേഹമുണ്ട്. പക്ഷേ രാഹുൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി എനിക്ക് തോന്നുന്നില്ല. ആസാമിൽ നിന്ന് 100 പേരുമായിട്ട് പ്രകടനമായിട്ട് വന്നാൽ 10,000 പേർ അടിക്കാൻ ഓടി വരിക. എങ്ങനെ പ്രകടനം മുന്നോട്ട് പോകും? പാവത്തിൻ്റെ ഒരു ഗതിയൊന്ന് ആലോചിച്ച്. വല്ല കാര്യമുണ്ട് ഇങ്ങനെ പ്രകടനം ഇവിടെ ഉണ്ടായി? അതുതന്നെ അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് തെളിവാണ്. ഏതായാലും കോൺഗ്രസ് നമുക്കൊരു ശത്രുവായി കണക്കാക്കണ്ട. 6-7 ഗ്രൂപ്പായി നിൽക്കുന്ന കോൺഗ്രസ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു 20-22 MP-മാർ മാത്രമുള്ള ഒരു പാർട്ടിയായി ചുരുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാനിവിടെ വീണ്ടും വരുമ്പോൾ നിങ്ങൾ കണ്ടു, 25 താഴെയായിരിക്കും, യാതൊരു തർക്കവും വേണ്ട. അതിൻ്റെ അർത്ഥം ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അവരുടെ പരാതി നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ BJP ആയിപ്പോയി, സൗത്ത് ഇന്ത്യ ഞങ്ങളുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. ശരിയാണ്. ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും കുഴപ്പമുണ്ട്. കർണാടകം ഇപ്പം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലും കർണാടകത്തിൽ വരുന്ന പോലുള്ള മാറ്റം, ഇന്ത്യയിൽ വന്നിരിക്കുന്ന മാറ്റം നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഞാനാണ് ഇവിടെ നിന്ന് പറയുന്നത്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി BJP മാറിയിരിക്കും, NDA സഖ്യം മാറിയിരിക്കും. ഇത് ഉറപ്പാണ്. തൻ്റെ ഇടമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. 29 പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഇന്നത്തെ വിവരം എനിക്കറിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് തന്നാൽ 29 ഒരു സംശയം വേണ്ട, കേരളം ഭരിക്കുന്ന മുന്നണിയായി NDA മാറും. പാർട്ടി BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ കേരളത്തിലുണ്ടാവും. അതിനുവേണ്ടി നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ മറ്റു വിശദാംശങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. കാരണം ഇന്ന് പ്രിയങ്കരനായ നമ്മുടെ സുരേന്ദ്രൻ നയിക്കുന്ന ജാഥ പത്തനംതിട്ട എല്ലാവരും മിണ്ടാതിരിക്കില്ലേ? അങ്ങനെയല്ലേ? നമ്മൾ മിണ്ടാറുണ്ട്. അൽഹംദുലില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ഞാൻ
ബാങ്കുവിളി കേട്ടപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഞാൻ നേതൃത്വം കൊടുത്തിരുന്ന ജനപക്ഷം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ EK ഹസൻകുട്ടിയാണ്. അദ്ദേഹം ഇന്ന് ഈ സ്റ്റേജിൽ വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അസുഖമായിപ്പോയി. 13-ാം തീയതി തിരുവനന്തപുരത്ത് അദ്ദേഹം സ്റ്റേജിൽ കാണും എന്നിവിടെ വെച്ച് പറയുകയാണ്. അവർക്ക് എല്ലാവർക്കും ഒരു തോന്നുന്നു മുസ്ലിങ്ങൾ നമ്മുടെ ഇല്ലെന്ന്. ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ഉണ്ട് എൻ്റെ ഇവിടെ, നല്ലൊരു മുസൽമാൻ, ഇവിടെ കണ്ടില്ല, എന്ത് ചെയ്യും? നസീർ വയലന്തലയ്ക്കൽ. നസീർ ഉണ്ടോ അവിടെ? ഞങ്ങൾ വന്നപ്പം എന്നെ കയ്യിൽ നിന്ന് കയറ്റിയ ആളാ, കാണുന്നില്ലല്ലോ. ആ ഉണ്ടോ? പുറകിലുണ്ട്. അതായത് മുസ്ലിങ്ങളും നമ്മുടെ BJP എന്ന പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തോടും എതിർപ്പുള്ളവർ പലരും പറയുന്ന മുസ്ലിങ്ങളെല്ലാം നമുക്കെതിരാന്ന് അല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത്തരം പറഞ്ഞു എന്നുള്ളൂ, മറ്റൊന്നും വിചാരിക്കരുത്. സുഹൃത്തുക്കൾ, ഞാൻ ചുരുക്കട്ടെ, ഇനി വളരെയേറെ പ്രസംഗങ്ങൾ നടക്കാനുണ്ട്. പ്രിയങ്കനായ സുരേന്ദ്രൻ വന്ന് സുരേന്ദ്രൻ്റെ സംസാരമുണ്ട്. കുമ്മനം, ഏറ്റവും ബഹുമാനായ കുമ്മനം രാജശേഖരൻ ഇവിടെ വന്നിരിപ്പുണ്ട്, അദ്ദേഹം സംസാരിക്കേണ്ട ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ച് നീട്ടിപ്പോയാൽ ഞാനിങ്ങനെ നിന്ന് പ്രസംഗിക്കേണ്ട ഒരു തൊഴിലാണ്. അതിനി ഇവിടെ പാടില്ല. അത് തന്നെയല്ല, പഴയ പോലെ എനിക്ക് സ്വാതന്ത്ര്യമില്ല, ചില നിയന്ത്രണങ്ങളൊക്കെ ഇനി വേണമല്ലോ. അതും ഒരു ശരിയല്ലേ? സ്വാഭാവികമായി ഞാൻ ആ മര്യാദയൊക്കെ പറഞ്ഞു വന്നുകൊണ്ട് മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായും നല്ലവണ്ണം നമുക്ക് പ്രവർത്തിച്ച് മുമ്പോട്ട് പോവാം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മളെ എതിർക്കുന്നവരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ശക്തമായി മുന്നേറ്റം നടത്താൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയങ്കരനായ സുരേന്ദ്രൻ്റെ ഈ ജാഥ തിരുവനന്തപുരം ജില്ല കൊണ്ട് തീർന്നു കഴിയുമ്പോൾ ഒരു വലിയ മാറ്റത്തിന് ഈ കേരളം പാത്രീഭൂതമാവട്ടെ സർവശക്തനായ തമ്പുരാനെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ, എന്നെ ശ്രമിച്ച് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.